ഫ്ലോറൻസയുടെ ആദ്യ കാലങ്ങളിൽ എല്ലാ വീക്കിലും തന്നെ പാനൽ കട്ട് അനാർക്കലീസ് ഉണ്ടാവുമായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു സിഗ്നേച്ചർ കളക്ഷൻസിൽ പെട്ട ഐറ്റമായിരുന്നു നമ്മുടെ പാനൽ കട്ട് അനാർക്കലിയുടെ ടോപ്പള്ളി ആയിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ ആയിരുന്നു ചെയ്തിട്ട് കുറേ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റോട് നമ്മളിപ്പോൾ തന്നെ കലങ്കാരി പ്രിന്റിലേക്കും കൂടെ ആട്ടോ മെയിനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരെണ്ണം മാത്രം ഇപ്പോൾ ഒരു പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വന്നിട്ട് കലങ്കാരിയുടെ പാച്ച് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി 3 എണ്ണം വരുന്നത് തിരിച്ച് റിവേഴ്സ് ആയിട്ട് പ്ലെയിൻ കളറിൽ നമ്മുടെ മലായ് സിൽക്ക് ആണ് ഇതിൻ്റെ യോക്കിലേക്ക് കൊടുത്തേക്കുന്നത്. 3 എണ്ണത്തിൻ്റെ ബേസ് പോർഷനിലേക്ക് ബോഡി പോർഷനിലേക്ക് വന്നേക്കുന്ന കലങ്കാരി പ്രിന്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ്, അതിലേക്ക് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലെ കലങ്കാരിയാണ് പാച്ചായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് സെയിം ആ യെല്ലോ കളറിലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട് കലങ്കാരിയുടെ പാച്ചിൻ്റെ നടുവിലേക്കായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് 1150 റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആട്ടോ. അപ്പോൾ ഹെവി ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സിൻ്റെയും അതേപോലെ തന്നെ മിറർ വർക്കും വെച്ചിട്ടാണ് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. 12 പാനൽസിൻ്റെ അനാർക്കലിയാണ്. താഴെ ഹെം ലൈനിലേക്കും കൂടെ നമ്മൾ ഈ സെയിം കലങ്കാരിയുടെ പാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഐറ്റം സമ്മർ കളക്ഷൻസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷനിലേക്കാട്ടോ. ഗ്രീനിലേക്ക് തന്നെ വേറൊരു കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇത് അതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ഗ്രീനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല പാനൽസ് ചെയ്ത് വന്നേക്കുന്ന അനാർക്കലിയാണ്. പ്രൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് 1150 റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനെ കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ അല്ലേ. ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയാം. മെറൂൺ ആൻഡ് ബ്ലാക്ക് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. അതിനകത്തേക്ക് പ്ലസ് മസ്റ്റർഡ് യെല്ലോ ആൻഡ് ചിക്കും കൂടെ പ്രിന്റുകൾ വന്നിട്ടുണ്ട്. ബേസ് കളറായിട്ട് വന്നേക്കുന്ന ബ്ലാക്ക് ആട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മളൊരു ഡാർക്ക് മെറൂൺ കളറിലെ പ്ലെയിൻ നമ്മുടെ ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് കൊടുത്തേക്കുന്നത്. അതിനകത്തേക്കാണ് കട്ട് ബീഡ്സിൻ്റെ മിറർ വർക്കിൻ്റെ ഹാൻഡ് വർക്ക് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു ഗ്രീൻ ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഗ്രീനിനകത്തൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഡ്രൈഡ് ഒരു ഒലിവ് ഗ്രീൻ്റെ ഷെയ്ഡ് എന്ന് പറയാം. നല്ല രസമായിട്ട് വന്നേക്കുന്ന കോമ്പിനേഷനാണ്. പ്ലസ് ഇതിനകത്ത് ബ്ലാക്കിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രൗണും ചിക്കും ഒരു ആഷ് കളറിലും കൂടെയാണ്. ഒരു മൾട്ടിപ്പിൾ പ്രിന്റ്സ് ആണല്ലോ കലങ്കാരി എന്നൊക്കെ പറയുമ്പോൾ വരുന്നത്. ഇടാൻ വേണ്ടിയിട്ട് അത്രയും സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇനിയിപ്പോൾ ഇത് ബോട്ടം വെച്ച് പെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീനിലേക്കൊക്കെ വേണമെങ്കിലോ ഇല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊക്കെ വെച്ചിട്ട് ബോട്ടംസ് വെച്ച് പെയർ ചെയ്യാം. കൂടുതലും ഭംഗി എന്ന് പറഞ്ഞൊരു സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് തന്നെ പെയർ ചെയ്യും. ഒരു ഡ്രസ്സായിട്ട് തന്നെ വെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം.